ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പറഞ്ഞിട്ട് കുറേ കാലങ്ങളായി തോന്നും. എന്നാലും രസമല്ലേ അല്ലേ അല്ലേ സിറ്റു നമ്മളിപ്പോൾ ഫുൾ വീഡിയോ കാര്യങ്ങളോ ഒന്നും ഇടലില്ല. അതിന് മെയിൻ കാരണം ഈ രണ്ട് സാധനങ്ങളാണ്. ഇവരെ നോക്കാൻ നിൽക്കുമ്പോൾ സമയം പോകുന്ന ഇത് തിരിയുന്നില്ല അല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. ഷോർട്സ് തന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ എത്രയൊക്കെ ഒരു 5 മിനിറ്റ് കിട്ടുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഇവർ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. അത്രയും പ്രത്യേകിച്ച് ഫോൺ കണ്ടതാ. നമ്മൾ മറ്റേ എന്തോ ഇത് പറയില്ലേ, ബിരിയാണീൻ്റെ മുകളിൽ അല്ല, ബിരിയാണി എന്തിൻ്റെയോ മുകളിൽ ഈച്ചർക്കുന്നു അറിയില്ല, അതേപോലെ ഫോണ് കാണുമ്പോൾ ഫോണിൻ്റെ വയ്യന്നെ വേണം. ഒരുത്തരെന്താ ബാക്കിലെത്തി ഫോണ് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് കേൾക്കുന്നത്. ഫോൺ ഓർക്ക് കാണാനോ ഒന്നുമല്ല, ഓർക്ക് വേണ്ട കടിക്കാൻ. അതാണ് ഫോൺ ഓർക്ക് വേണ്ടത്. ഇപ്പൊ ഫോൺ കൊടുത്താൽ ഓർക്ക് കടിക്കുന്നത് കാണിച്ചു തരാൻ. വേണോ? എന്റെ ഫോൺ നശിച്ച് എത്ര തായിട്ട് ഫോൺ പഠിക്കും പറയുമ്പോൾ ഇപ്പൊ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുപോയി. ഹലോ 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 പറ. അപ്പൊ നമ്മുടെ മക്കളെ ബർത്ത്ഡേ ആയിട്ടാ വരുന്നത്. 28-ാം തീയതി അല്ലേ? 28-ാം തീയതിയാണ്. ഒരു കൊല്ലായി. അനക്ക് ഇന്നലെ ആയ ഒരു മാസം മുന്നേ ഞാൻ പ്രസവിച്ച പോലെ ഫീൽ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ്. രാവിലെ എണീച്ച് കഴിഞ്ഞ് ഇവരാ ഫസ്റ്റ് എണീക്കുക, എന്നിട്ട് ഞാൻ എണീക്കും. ഇവരെ എണീച്ച് കുറെ കുർത്തക്കടല കഴിയുമ്പോൾ ഞാൻ എണീക്കും. കിടക്കേന്ന് കുറച്ച് നേരം ഒരു കളിയെല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇവരെ നിലത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് എത്താമോ അവിടേക്ക് എത്തും. അപ്പോൾ ഗൈസ്, എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ ഫസ്റ്റാണ് ചെയ്യുന്നത്. എൻ്റെ ഹെയർ ഡ്രൈ ചെയ്യലാണ്. കാരണം വെച്ചാൽ ഇവരുള്ളതുകൊണ്ട് മുടി കെട്ടിയിടണമല്ലോ എന്തായാലും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വേഗം ഹെയർ ഡ്രൈ ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇതാണ് അഗാരോ വോളിമൈസർ HV2179 ഹെയർ ഡ്രയർ. ഹെയർ ഡ്രൈ ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനും ഒരുമിച്ചുള്ളൊരു സൂപ്പർ ഈസി ടൂൾ. 1200 വാട്ട് പവർ ഉള്ളതിനാൽ ഹെയർ വേഗത്തിൽ ഡ്രൈ ആക്കുകയും നാച്ചുറൽ വോളിയം നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ഇതിന്റെ ഓവൽ ഷേപ്ഡ് ബാരൽ ഹെയറിന് സ്മൂത്ത് റൗണ്ട് എഡ്ജ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനും സ്ലൈറ്റ് കേൾ ലുക്ക് കിട്ടാനും സഹായിക്കും. 360 ഡിഗ്രി ഹീറ്റ് വെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഹീറ്റ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഹെയർ ഡാമേജ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ലോണിക് ടെക്നോളജി ഉള്ളതിനാൽ ഫ്രിസി ഹെയർ സ്മൂത്ത് ആക്കി ഷൈനി ലുക്കും കിട്ടും. ഇത് ക്രൗൺ ഏരിയ തൊട്ട് സ്ലോലി ബ്രഷ് പോലെ യൂസ് ആക്കിയാൽ ഹെയറിന് ബ്യൂട്ടിഫുൾ വോളിയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സൈഡ് പോർഷനിലൊക്കെ സ്മൂത്ത് സലൺ ഫിനിഷ് ലുക്കും കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് തന്നെ ഹെയർ ഡ്രൈ, സ്മൂത്ത് വോളിയം, അതുപോലെ തന്നെ പെർഫെക്റ്റ് സലൂൺ സ്റ്റൈൽ ലുക്ക്. പിന്നെ ഈസി സ്റ്റൈലിംഗ്, ഫാസ്റ്റ് ഡ്രൈയിങ്, സലൂൺ ഫിനിഷ്, ഇതിനൊക്കെ അഗാരോ വോളിമൈസർ ഹെയർ ഡ്രയർ പെർഫെക്റ്റ് ഫോർ എവറിഡേ സ്റ്റൈലിംഗ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുകൂടാണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ക്യാരി ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഹെയർ ഡ്രയർ ഒക്കെ ചെയ്ത് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ മോന് മരുന്ന് കൊടുക്കട്ടെ. ഇപ്പം മരുന്ന് കൊടുത്താലേ നമ്മളെ ഫുഡ് ആകുമ്പോഴത്തേക്ക് ഈ മരുന്നിൻ്റെ ഒക്കെ ഏകദേശം ഒരു അരമണിക്കൂറങ്ങ് ഗ്യാപ്പ് കിട്ടുള്ളൂ. മരുന്ന് മണ്ണ് കുച്ചാലോ. സിട്ടപ്പന് ഇഷ്ടമായി വന്നു. ചിവക്കില്ലപ്പാ, ഇത് സിറ്റിന് മാത്രം. അപ്പൊ മരുന്നൊക്കെ കൊടുത്ത് ഇനി ഞാൻ കിച്ചണിലേക്ക് കയറട്ടെ. ഇനി കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എടുത്ത് യുദ്ധം നടക്കും. ഇവർ ഇതെടുത്ത് കൊണ്ടിക്കും. അപ്പൊ ഞാൻ കിച്ചണിലേക്ക് കയറട്ടെ. അന്റെ മോക്ക് വേണ്ട മരുന്ന്, മോക്ക് വേണ്ട, ഒരു മാത്രം. വീട് കളിച്ചോളെ. അമ്മ വേഗം ഫുഡ് ഉണ്ടാക്കട്ടെ. ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കട്ടെ. എന്നാ പന്ന ഇവിടെ ഇതാണ് അവസ്ഥ. പണിയെടുക്കാൻ വേറെ കഴിയൂല. അടുക്കളയിൽ വന്ന് അടുക്കള വെച്ചിട്ട് കരച്ചിലായി പിടിച്ചിലായി. ഇനിയിപ്പോ നമുക്ക് വിഷമം തുടങ്ങിയായിരിക്കും. ഒന്നാമത് ഇത് ലേറ്റ് ആയല്ലോ, ഇന്ന് എണീക്കാൻ ലേറ്റ് ആയാൽ മതി അല്ലേ? അമ്മ വേഗാക്കട്ടെ. ഒന്ന് പിടിച്ചു പിന്നെ ഞാൻ വേഗം തിന്നാനാക്കട്ടെ. ഫുഡൊക്കെ ശരപടേന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? മുട്ട മസാലയും ഗോതമ്പ് ദോശയും ഉണ്ടാക്കിയത്. നമുക്ക് ഗോതമ്പ് ദോശയൊക്കെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഒരാളെ ഇതിനകത്ത് ഇരുത്തുക ചെയ്യുക. കാരണം വെച്ചാൽ മറ്റേ ആള് ദിവൾ അതിലിരിക്കില്ല
എന്തെല്ലാം ചെയ്തിരിക്കുന്നില്ല. അതിനിരുന്നാൽ തന്നെ സർക്കസ് കളിക്കുക. അതുകൊണ്ട് പിന്നെ നമ്മൾ 2 വാങ്ങിയിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വാങ്ങാന്ന് ചോദിച്ചാൽ പിന്നെ ഓള് ഇരിക്കാത്തതുകൊണ്ട് പിന്നെ വാങ്ങിയിട്ടില്ല. ഇവൻ പിന്നെ ഇതിനകത്ത് ഇരുന്ന് കഴിച്ചോളും. അതുകൊണ്ട് അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇവരുടെ ഫുഡിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്താ ഇവർക്ക് കൊടുക്കല് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ എന്തൊക്കെയാണോ കഴിക്കുന്നത് അതൊക്കെ ഇവർക്ക് കൊടുക്കും. ഇന്നതൊന്നുമില്ല. എന്താ ഒരു ചുമ. എല്ലാ ഐറ്റംസും ഇവർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പം മുട്ട ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ. ചിക്കനൊക്കെ കുറേ കൊടുക്കൂലെങ്കിലും പിന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെ പുറത്തുനിന്നുള്ള ചിക്കനൊന്നും കൊടുക്കില്ല. എല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതൊക്കെ ഇവർക്ക് കൊടുക്കാറുണ്ട്. പുറത്തുനിന്നുള്ള വേറെ ഐറ്റംസ് ഒക്കെ കൊടുക്കാം, ചിക്കനും അങ്ങനത്തെയൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, മുട്ട കൊടുക്കലുണ്ട്, മുട്ട എങ്ങനെയാണ് കൊടുക്കല്? ഹാഫ് ബോയിൽഡ് ആയിട്ടൊന്നും കൊടുക്കില്ല കേട്ടോ. നമ്മളെല്ലാം നല്ലോണം വേവിച്ച് നല്ല ഫുൾ, നമ്മൾ ഡോക്ടർ തന്നെ പറഞ്ഞത് അങ്ങനെ ഫുൾ ബോയിൽഡ് ആയിട്ട് എല്ലാം കൊടുക്കാൻ പാടുള്ളൂ. നല്ലോണം എല്ലാം വേവണം, ചിക്കൻ ആണെങ്കിലും മുട്ടയാണെങ്കിലും എല്ലാം. അപ്പം അതിനനുസരിച്ചിട്ട് എല്ലാം നല്ലോണം വേവിച്ച് എല്ലാ ഐറ്റംസും കൊടുക്കാറുണ്ട്. പിന്നെ കുറുക്കൊക്കെ ഇപ്പം കൊടുക്കൽ കുറവാ, എപ്പോഴെങ്കിലേ കൊടുക്കുള്ളൂ. കാരണം ഇവർ കുടിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇപ്പം ഇവർക്ക് നമ്മൾ തിന്ന ഐറ്റംസ് ഇവർക്ക് വേണ്ടത് മെയിനായിട്ട്. അപ്പം പിന്നെ അതിനെ കൊടുക്കും. നമ്മളെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർക്ക് കൊടുത്തേ പ്ലസ് അതിനോട് നമ്മളും തിന്നേ. കാരണം ചങ്ങലേ പറ്റുള്ളൂ. എല്ലാം ഇവരുടെ കൂടെ എന്തൊക്കെയാണ് പറ്റുന്നത് അപ്പോഴൊക്കെ തിന്ന് കുടിക്കൊക്കെ ചെയ്തോളാം. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഉറക്കം വന്ന് തുടങ്ങി. പിള്ളേരുടെ സെക്കൻഡ് ഉറക്കിന് ടൈമായി. ഇപ്പം ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇവരൊന്ന് കുളിപ്പിക്കണം, അപ്പാട് കിടത്തി ഉറക്കണം. അതായിരിക്കും മിക്കവാറും ഇവർ മോർണിംഗ് റൊട്ടീനിൽ വരുന്നത്. അപ്പം ഞാൻ ഇവരെ കുളിപ്പിക്കാൻ നോക്കട്ടെ. ഞാൻ വെള്ളമൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ബാത്റൂമിൽ. ചൂടുവെള്ളത്തിൽ വരെ കുളിപ്പിക്കൽ, എണ്ണയൊക്കെ തേച്ച് അങ്ങനെ നോർമൽ വെളിച്ചെണ്ണ നമ്മൾ തേക്കുന്ന നോർമൽ വെളിച്ചെണ്ണയിൽ ഫുള്ള് തേച്ച് കൊടുത്ത് അപ്പാട് കുളിപ്പിക്കും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പം ഇനിയിപ്പോൾ ഞാൻ വേഗം കുളിപ്പിക്കാൻ നോക്കട്ടെ. കാരണം ഇവർക്ക് ഉറക്ക് വന്ന് തുടങ്ങി. കുളിക്കാൻ ഇഷ്ടമുണ്ടാക്കും. ബാത്റൂം തുറന്ന് അതിനകത്ത് ഓടിച്ചാടിപ്പായി. കാരണം വെച്ചാൽ ബാത്റൂമിൽ നിന്ന് വെള്ളത്തിൽ കളിച്ചിട്ടാണ് ഇവർ കുളി. അതുകൊണ്ട് ഭയങ്കര താല്പര്യം, വലിയ ഡിമാൻഡാ. വേറൊരു സാധനം ഇത്, വേറൊരു സാധനല്ല. സുന്ദരി മോളാപ്പ. അപ്പൊ ഇനി ഞാൻ വേഗം കുളിപ്പിക്കണ്ട. സന്തോഷം. ഭയങ്കര സന്തോഷം കുളിക്കാൻ കഴിയും. അപ്പൊ ഇനി ഇവരെ പോയ സമയത്ത് കളിയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടാ. ഇല്ലെങ്കിൽ ഒരവസ്ഥയാണ്. പിന്നെ അതേപോലെ ഒരു കാര്യം പറയുന്നത്, സാധാരണ ഈ പരിപാടിയൊക്കെ ബാക്ക് ക്യാമറയിലാവും ചെയ്യാറ്. കുളിപ്പിക്കല്, കൊടുക്കുന്ന കൊടുക്കല്. കാരണം ചനക്ക് ഫുഡ് ഉണ്ടാക്കല് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുള്ളി പല്ല് തേപ്പിക്കല്. പല്ല് തേപ്പിച്ചിട്ടില്ലെന്ന് ചില ദിവസം പരിപാടി മറന്നു. പല്ലുണ്ട്, 2-3 പല്ലൊക്കെ ഉണ്ട്. പക്ഷേ ചെപ്പങ്ങ് മറന്നു. അപ്പൊ ഇത് പല്ല് ഏൽപ്പിക്കില്ല, സാധനം പല്ല് ഏൽപ്പിക്കാറുണ്ട്. അപ്പൊ പല്ല് ഏൽപ്പിക്കല് അങ്ങനത്തെ പരിപാടീസ് ഒക്കെ മുന്നേണ്ട പരിപാടിയാണ്. ഇന്ന് പിന്നെ ഓരോക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് താല്പര്യമില്ല. അപ്പൊ പിന്നെ ഞാൻ ചെയ്യാൻ വെച്ചു. അപ്പൊ ഞാൻ ചെയ്തേ. അപ്പൊ ഞാനിപ്പോ ഇവിടെ കുഞ്ഞിലൊക്കെ കാണാം. കുപ്പായൊക്കെ ഇടിപ്പിക്കാനുള്ള ഒരു യുദ്ധമാണ്. കാരണം വെച്ചാൽ ഒറ്റക്കാവൂല, മുന്നും കൂടി വേണം. അതാ പിന്നെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ. കാരണം വെച്ചാൽ ഇവർക്ക് ഇഷ്ടമല്ല കുപ്പായിരുന്നത്. പോകുന്നുണ്ടാ കിട്ടുന്ന എടുത്തിട്ട് പോകും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇനി മെയിനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇവർ മോർണിംഗ് റൊട്ടീനിൽ വരുന്നത് ഇവർ ഇനി ഉറക്കും. കാരണം വെച്ചാൽ ഇവരുടെ സെക്കൻഡ് ഉറക്കിൻ്റെ ടൈമായി. അപ്പോൾ ഇനി ഇവർ രണ്ടാളെയും കൂടി പാലും കൊടുത്തിട്ട് അങ്ങ് ഉറക്കുക ചെയ്യുക. അത്രയൊക്കെയുള്ളൂ മെയിനായിട്ട് ഇവരുടെ കൂടുതൽ ഒട്ടുമുക്കാൽ ദിവസം ഇങ്ങനെ തന്നെയാണ് പോക്ക്. പിന്നെ നമ്മൾ രാവിലെ തന്നെ എവിടെയെങ്കിലും പോകുന്ന ദിവസങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുള്ളൂ. ബാക്കി ഒട്ടുമുക്കാൽ ദിവസം ഇങ്ങനെ തന്നെയാണ് പോക്ക് അല്ലേ കേട്ടോ. ഇനി ഇവർ ഒരുമാതിരി എന്നാൽ ഉറക്കിൻ്റെ ശീലക്കേടും കളിയൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ വേഗം ഉറക്കട്ടെ. അപ്പം ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇവരുടെ മോർണിംഗ് റൊട്ടീനിൽ വരുന്നത്. ഇനിയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോസ് ആയിട്ട് വരാം. കാരണം വെച്ചാൽ കുറേ ആയി വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാത്ത ഇനി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ബർത്ത്ഡേ വരാൻ പോവാന്ന്. അപ്പം അതിൻ്റെ ഷോപ്പിംഗ് ആയിക്കോട്ടെ, അങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓക്കെ ടാറ്റാ, ബൈ ബൈ, ടാറ്റാ. ടാറ്റയൊക്കെ പറയും, നല്ലോണം ഫ്ലൈങ് കിസ് എല്ലാം തരും. പക്ഷേ
ഇപ്പം ഒരു സ്വഭാവം ഒരുമാതിരി ആയതുകൊണ്ട് ഉറങ്ങേണ്ട സ്വഭാവം ആയതുകൊണ്ട് ഇനി ഒന്നും കിട്ടൂല. ഇവിടുന്ന് സർക്കസും കളിയൊക്കെ ആവും. അപ്പൊ ഇനി വേഗം ഓർക്കട്ടെ.